ഹേ ഗായ്സ്, അപ്പോൾ എൻ്റെ പേര് ഡോൺ. അപ്പോൾ സർവരല്ല ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ കോപ്പറേറ്റ് കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ സ്വന്തമായിട്ട് അങ്ങ് ഉണ്ടാക്കി അത്ര തന്നെ. അപ്പോൾ ഇൻട്രോ എടുത്തേരെ. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഞാൻ ഇന്ന് കളിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ സാറ്റ് കളിക്കാൻ പോകുന്നു ഗൈസ്. സാറ്റ് കളിക്കുന്നതിനകത്ത് ഞാൻ മിക്കവാറും ചാവും. എനിക്കറിയാം, എനിക്ക് കളിക്കാൻ പറ്റുള്ളൂ. ഞാനതിപ്പോൾ കുറച്ച് ഒരു 10 ഇതല്ല, ഇത് നമുക്ക് പിന്നെ കളിക്കാം. ഇപ്പോൾ കളിക്കുന്നത് ഹൈഡ് ആൻഡ് സിക്ക്. അവിടെ ഹൈഡ് ആൻഡ് സിക്ക്, റെഗുലർ ഹൈഡ്. ഓക്കെ 9 പേര് വേണോ ഗൈസ്? എന്നാലും 9 പേര് വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് അങ്ങനെ 9 പേര് വന്നു. ഇനി നമുക്കങ്ങനെ ഒരു പൊളിക്കണം മച്ചാനെ. ഇന്ന് മിക്കവാറും ചാകും ഗൈസ്. ഫസ്റ്റ് ആ ടോൺ ഞാൻ പറഞ്ഞുതരാം. ആക്രാന്തം പിടിക്കല്ലേ, ഞാൻ സ്വന്തം ആക്രാന്തം പിടിക്കാൻ ഗൈസ്. ചൈന ടൗണിനകത്ത് എന്തുണ്ടോ? ടൗണിനകത്ത് പോളിഷ്ഡ് ആൻഡസൈറ്റ് ഉണ്ട്. പിന്നെന്താ, നമുക്ക് ലീവ്സ് കൊടുക്കാം ഗൈസ്. ലീവ്സ് കൊടുക്കാം. ഇതാണ് കത്തോണേ. ഇവിടെ ഇതിൻ്റെ അടുത്ത് നിൽക്കുന്ന അത്ര സേഫ് അല്ല ഗൈസ്. ഓടിക്കോ, പറ്റുന്നത്രയും വേഗം, എത്രത്തോളം പറ്റുന്നോ അത്രത്തോളം ഓടി അങ്ങ് ഒളിക്കാൻ കഴിയും ഗൈസ്. ചത്തുകളാ. ഗൈസ് ഞാൻ ഒളിച്ചു. ഇനി ഇതുണ്ടോ, മറ്റേ നമ്മളെ എമറാൾഡിൻ്റെ ഇതിൻ്റെ പേരാണ് ടോണ്ട് റെഡി എന്ന് വെച്ചാൽ റെഡി അല്ല, ടോണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഓരോ പോയിന്റ് ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ ആ സാധനത്തിൻ്റെ പേരാണ് ടോണ്ട് ചെയ്തു. പിന്നെ 1 മിനിറ്റ് സർവൈവിങ് ചെയ്തുകൊണ്ട് കിട്ടി. ഇപ്പോൾ 3 മിനിറ്റ് നമ്മളിവിടെ നിൽക്കും കാണാം. 3 മിനിറ്റ് നിൽക്കണം. അവിടെ ഓടി കളിക്കുന്നു. ഒളിച്ചിരിക്കുന്നുണ്ടോ കൊച്ചു കള്ളൻ. ഒളിച്ചിരുന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ നോക്കുക. നീ പോടാതെ വേണ്ടി ഞാനൊന്നും അനങ്ങത്തില്ല അവിടുന്ന്. അയ്യേ, എത്ര പേര് ഓടി പോകുന്ന കൈസ്. ആ ചക്കൻ കണ്ട അവിടെ. അയ്യോ, എന്നെ കണ്ടില്ല. ഇപ്പൊ ചത്തേന കൈസ്. പെട്ടെന്ന് അവനേതാ കണ്ടോ? അവനൊരു പൊട്ടൻ അങ്ങോട്ടങ്ങ് പോയി ഗൈസ്. ഇതാണ് ഹൈഡ് ആൻഡ് സീക്ക് കേട്ടോ. നമുക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ പറയാം. ഗ്രൈൻഡഡ് 15.4 സർവൈവിങ് 2 മിനിറ്റ്സ്. അങ്ങനെ 2 മിനിറ്റ്സ് ആയി. അപ്പോൾ പറഞ്ഞപോലെ എൻ്റെ ഫേവറേറ്റ് യൂട്യൂബേഴ്സിനൊക്കെ പറയുകയാണെങ്കിൽ സോളോ വൈനർ, GT ഗെയിം തെറാപ്പിസ്റ്റ്, പിന്നെ പെർഫെക്റ്റ് ഗെയിമിംഗ് മച്ചാൻ, നൂബ് മാസ്റ്റർ, പിന്നെ നമ്മുടെ സ്വന്തം ഗെയിമർ ബോയ്, പിന്നെ ജെറിയണ്ണൻ, റോൺ ജെറി, പിന്നെ ആരൊക്കെ ഉണ്ടല്ലോ. അയ്യോ ചത്തില്ല. പോയി ചെക്കൻ പോയി. പിന്നെ ഞാൻ പണ്ട് കണ്ടോണ്ടിരുന്ന ആൾക്കാരുടെ പേരൊക്കെ എന്തായിരുന്നു, അത്ര പിടുത്തൊന്നും ഇല്ല ഗൈസ്. എന്താന്ന് എനിക്കറിയാം. എന്തായിരുന്നു പിന്നെ എംഫോർട്ടക്കില്ല മച്ചാൻ, ജിയോ മച്ചാൻ. പിന്നെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. പ്രണവ് കൊച്ചു, പ്രവീൺ പ്രണവ്. ഇത് ചെയ്യാൻ അവരുടെ വീഡിയോ എപ്പോഴും കാണുന്നതാണ്. കുഴപ്പമൊന്നുമില്ല. നമുക്ക് കുറേ യൂട്യൂബേഴ്സിനൊക്കെ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് സുധിയാണ്, മൈൻക്രാഫ്റ്റ് സുധി. ഇപ്പോൾ സ്കൈ ബ്ലോക്ക് സീരീസ് നിർത്തിയതിന് ശേഷം ഒന്നും നടക്കുന്നില്ല. സ്കൈ ബ്ലോക്ക് എപ്പിസോഡ് നിർത്തി സുധിയാണ്. നിർത്തിയല്ല, അത് അവസാനിച്ചു. ഞാനതിൻ്റെ ഒരു എപ്പിസോഡ് തുടങ്ങിയിട്ട് മൂഞ്ചിപ്പോയി. ഒന്നും നടന്നില്ല, ചത്ത്. ഒന്നും നടക്കുന്നില്ല, കളിക്കാൻ തന്നെ അറിഞ്ഞോളാം. പിന്നെ എന്ത് ചെയ്യാനായി? അയ്യോ, പോടാ നീ ആട്ടി പോടാ.
നീ രണ്ടാമത്തെ ലെവലാണ് ഇവിടെ വന്നത് ഗൈസ്. രണ്ടാമത്തെ വന്നിട്ട് നമ്മൾ ചത്തില്ല 53 ചത്തില്ല എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പത്തേനും ഇവിടെ ഓരോരോ ചെക്കന്മാരൊക്കെ കാണുന്നുണ്ട്. ഞാൻ പോയിട്ടോ അങ്ങോട്ട് ഒളിച്ചിരിക്കുന്നുണ്ടോ? കൊച്ചു കള്ളൻ ഒളിച്ചിരിക്കുന്നു. അടിക്കല്ലേ. എന്നെ തൊട്ടാ എൻ്റെ അണ്ണന്മാരറിഞ്ഞു കേട്ടില്ല. അറിയപ്പോടാ, നീ എവനെടാ, നീ ആരാ? എനിക്ക് നിന്നെ പേടിയൊന്നുമില്ല. അയ്യോ മൂഞ്ചി ഗൈസ്. 10 9 8 7 6 5 4 3 2 1 ചത്തില്ല ഗൈസ്. ഞാനില്ലേ മോസ്റ്റ് ടോണ്ട് പോയിന്റ് 90. ഞാനവിടെ 100 എടുത്തില്ലേ. ലോങ്ങസ്റ്റ് ഇടാൻ 4 പേര്. അത് എവിടത്തെ ന്യായാണ്? ഇതാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത. ഞാൻ അറിയുന്നു. നമുക്കിനി ബ്ലോക്ക് ഡ്രോപ്പ് കളിക്കാം. ഇതൊക്കെ ഞാൻ കളിച്ചിട്ടുണ്ട്. ഞാൻ പ്രൊഫഷണലാണ്. സീസൺ 6 ലെവലെത്തി. പക്ഷെ പ്രൊഫഷണലാണെങ്കിലും അത് മുക്കിയാണ് എടുക്കുന്നത്. അവിടെ പോലും ചാടാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ തന്നെ പറയും. ഓടിക്കോ ഇവിടുന്ന് ഒരൊറ്റ ചട്ടം മുക്കി കൊടുത്ത് ചടിക്കോ. ഇനിയാണ് അണ്ണൻ. ഇതൊക്കെ ജൂജൂപ്പി. നിങ്ങൾ എന്താ വിചാരിച്ച എന്നെ പറ്റി? ഞാൻ ആരാ മോൻ? ഒന്ന് ജസ്റ്റ് ഒന്ന് താഴെ ഒന്ന് വെറുതെ അവിടെ എന്താണ് നടക്കുന്നതെന്ന് കാണാൻ വേണ്ടി താഴോട്ട് പോണേ. താഴെ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് താഴോട്ടേക്കൊന്ന് ഞാനാണെങ്കിൽ ഇവിടെ മൂക്കിൽ ചോദിക്കാം. ഞാൻ താഴോട്ടേക്ക് പോയി നോക്കിയതാ എന്താ പറ്റിയ. അത്ര ഉള്ളൂ, നേരെ ഒന്നുമില്ല. ഇതിൻ്റെ മണ്ടയ്ക്ക് കിടന്ന് ഓടിയിട്ട് താഴെ വീഴാതിരുന്ന എൻ്റെ ചത്തില്ല. ഈ മാങ്ങ ഉപയോഗിച്ചത് ഇത് എപ്പോഴെങ്കിലും എനിക്ക് പണിയും. എന്തല്ല ഗൈസ്, ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ അടുത്തോട്ട് ആരൊക്കെയോ വരുന്നുണ്ട്. സൗണ്ടൊക്കെ കേൾക്കാമെന്ന് പേടിക്കണ്ട. അത് ഞാൻ കട്ടാക്കാൻ പറ്റത്തില്ലെങ്കിലും നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണെന്ന് ഞാനിവിടെ ഓർപ്പിക്കുന്നു നിങ്ങളെ. എനിക്ക് ഈ പ്രൊഫഷണലായിട്ട് ഇങ്ങനെ എഡിറ്റൊന്നും ചെയ്യാറുള്ളൂ. ഞാൻ അങ്ങനെ എടുത്തുള്ളൂ. ഞാൻ ഇത്രയും വായടിച്ച് എന്നെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഒരു മനുഷ്യൻ എൻ്റെ വീഡിയോ കാണത്തില്ല. ഒരൊറ്റ മനുഷ്യന്മാരും എൻ്റെ വീഡിയോ കാണത്തില്ല. അതിലെനിക്ക് സങ്കടമുണ്ട് ഗൈസ്. റിയലി ഗൈസ്, എനിക്ക് റിയലി സങ്കടമുണ്ട് ഗൈസ്. എൻ്റെ വീഡിയോ ആരും കാണാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടം. ഞാൻ കരയെ ഇവിടെ ഇരുന്നു. എല്ലി അറിഞ്ഞിട്ട് എന്തിനാ എഴുതുന്നത്? കരയുന്നു ഞാൻ കരയുന്ന കരച്ചിൽ നിങ്ങൾക്ക് അറിയില്ല ഗൈസ്. ഞാൻ എന്തൊരു പാവാണെന്ന് ഗൈസ്. ഞാൻ കരയാം ഗൈസ്. നിങ്ങളൊന്നും എൻ്റെ വീഡിയോ കാണത്തില്ല. ഞാൻ ശരിക്കും കരയാം ഗൈസ്. നിങ്ങളൊന്നും എൻ്റെ വീഡിയോ കാണത്ത് കണ്ട ഗൈസ്. ഞാൻ മൂഞ്ചി. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്നും എൻ്റെ വീഡിയോ കാണാത്തതുകൊണ്ട് എനിക്ക് ലൈക്കും സപ്പോർട്ടൊന്നും കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചത്തുപോയി. നിങ്ങളിപ്പോൾ എനിക്ക് ലൈക്കും സപ്പോർട്ടും എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉറപ്പായിട്ടും ഞാൻ ജയിച്ചിട്ടുണ്ടാവും ഗൈസ്. നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്നും കാണാത്തതുകൊണ്ടല്ലേ ഇത്ര പ്രശ്നം. അത്രേ ഉള്ളൂ ഗൈസ്, വേറൊന്നുമില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലത്ത് കാണാം കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഗെയിം കളിച്ചല്ലോ, അത് മതി. ഇനി നമുക്ക് പിന്നെ ഒരു ദിവസം കളിക്കാം. അത് മതി ഗൈസ്. അപ്പോൾ ടാറ്റ ബൈ.